രാത്രിത്തേന് കഴിക്കാൻ കുറച്ച് മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ച് മധുരക്കിഴങ്ങ് ചെയ്യാമെന്ന്. ഇവിടെ മിക്ക ദിവസവും നമുക്ക് ആട്ടാപ്പുട്ടാണേ. അപ്പോൾ എന്തായാലും നമുക്ക് മധുരക്കിഴങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം വൃത്തിയാക്കി വെള്ളം തിളച്ച് വന്നപ്പോഴത്തേനും ഇട്ട് കൊടുത്തേ. എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്ക് കാച്ചിലും ചേമ്പുമൊക്കെ ഇഷ്ടം. പിന്നെ ഈ സാധനം കണ്ട, ഇത് നമ്മുടെ സീ ഹോഴ്സാണേ, കടൽക്കുതിര. അത് ഇവിടുത്തെ മാമൻ്റെ മക്കൾ എൻ്റെ മക്കൾക്ക് കൊടുത്തതാണേ. അവിടെ ചെന്നപ്പോഴത്തേന് സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം 1 വർഷത്തിന് മീതെയായി. ഞാൻ അതായത് ഇവിടെ ജനലിൽ തൂക്കിയിട്ടേക്കും. പെട്ടെന്ന് ആരെങ്കിലും കാണുമ്പോൾ വിചാരിക്കും അയ്യോ പല്ലിയാണോ എന്ന്. പക്ഷേ സാധനം കടൽക്കുതിരയാണ്. പിന്നെ നമ്മൾ ഈ മധുരക്കിഴങ്ങ് കാണുന്ന കണക്കല്ല, ഭയങ്കര ഗുണങ്ങളാണ്. ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തട്ടിയേക്കണം, അത്രയ്ക്കും ഗുണങ്ങളാണ്. മധുരക്കിഴങ്ങ് നമ്മുടെ പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാമെന്നാണ് പറയുന്നത്. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നു. കൂടാതെ ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമ്മുടെ ദഹനവും മെച്ചപ്പെടുത്തുന്നു. പിന്നെ ശരീരഭാരം നിയന്ത്രിക്കാനും ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന പഠനങ്ങൾ പറയുന്നത്. പിന്നെ നമുക്ക് ഈ സാധനം അടുപ്പിലിട്ട് ചുട്ടും കഴിക്കാം കേട്ടോ. പക്ഷേ അതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ പ്രമേഹ രോഗികൾക്ക് ഇത് ഈ അടുപ്പിലിട്ട് ചുട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് വെള്ളത്തിലിട്ട് പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. സാധനം എന്തായാലും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ഉള്ളിയും കാന്താരിയും ഒക്കെ ഇട്ട് ഇത്തിരി ജാറിനകത്തിന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചങ്ങ് എടുക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് കല്ലിനകത്തിട്ടൊന്നും ചതയ്ക്കാൻ നിന്നില്ല. അങ്ങനെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മിക്ക ദിവസവും രാത്രി ഇവിടെ ആട്ടാപ്പുട്ട് തന്നെയാണ് കേട്ടോ. ആട്ടാപ്പുട്ടും മീൻകറി, ആട്ടാപ്പുട്ടും പഴവും തന്നെയാണ്. ഞങ്ങൾക്കത് ശീലമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.